സഖാക്കൾക്ക് ഊർജം പകർന്ന വ്യക്തിയാണ് ഇപ്പോൾ മൺമറഞ്ഞു പോകുന്നത്. അങ്ങ് എങ്ങനെയാണ് സ്മരിക്കുന്നത്? തീർച്ചയായിട്ടും പുഷ്പന്റെ വേർപാട് അറിഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. 94 നവംബർ 25 കൂത്തുപറമ്പിൽ അന്നത്തെ UDF ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ സമീപനത്തിനെതിരായി പ്രതിഷേധിച്ചിട്ടുള്ള, നിരായുധരായി കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചിട്ടുള്ള ആ സഖാക്കൾക്ക് നേരെ നിഷ്ഠൂരമായിട്ട് ലാത്തിചാർജും വെടിവെപ്പും നടത്തുകയായിരുന്നു അന്നത്തെ പോലീസ്. ആ വെടിവെപ്പിന്റെ ഫലമായിട്ടാണ് 5 സഖാക്കൾ കൊല്ലപ്പെട്ടത്. സഖാവ് പുഷ്പൻ നട്ടലിന് ഗുരുതരമായ പരിക്കേറ്റ് ചെയ്യാവരമ്പിയായത്. 30 വർഷക്കാലമാണ് അദ്ദേഹം ചെയ്യാവരമ്പിയായത്. ആ 30 വർഷക്കാലവും കൂത്തുപറമ്പിൽ കാണിച്ച അന്നത്തെ സമരവീര്യം ഒരു തരിമ്പും കുറവ് വരുത്താതെയില്ല പുഷ്പനെയാണ് നമുക്ക് കാണാൻ ആയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന സന്ദർഭത്തിൽ ഞാൻ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അപ്പോ ആ വിളി കേൾക്കാൻ കഴിഞ്ഞില്ല. പ്രജ്ഞ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോ അവിടെയൊക്കെ അദ്ദേഹം ഈ കഴിഞ്ഞ 30 വർഷക്കാലം തന്റെ രോഗാവസ്ഥയോട് പൊരുതി നിന്നിട്ടുള്ള ഒരു പോരാളിയാണ് എനിക്ക് കാണാനായത്. സഖാവ് പുഷ്പന്റെ വിയോഗ, ആ പോരാളിയുടെ വേർപാടിൽ അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. വളരെയധികം നന്ദി ശ്രീ പി ജയരാജൻ, പുഷ്പനെ അനുസ്മരിച്ചതിന്.